നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. അർജൻറ്റീനയെ തോൽപ്പിച്ചിട്ടാണ്, ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. ഫൈനലിന് മുമ്പ് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഫിയന്തേ സ്കലോണി ബന്ധത്തെക്കുറിച്ചാണ്. ഫിയന്തയുടെ ശിഷ്യനായിരുന്നു, അതായത് കോച്ചിങ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ ഫിയന്തേ സ്കലോണിക്ക് ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ എൻ്റെ ആശാനാണ് ഫിയന്തേ എന്ന് സ്കലോണി തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ആശാൻ ഫിയന്തയുടെ, സ്പെയിനിൻ്റെ കോച്ചായ ഫിയന്തേ അർജൻറ്റീനയുടെ കോച്ചായ സ്കലോണിയെ, ശിഷ്യനെ ഒതുക്കി നിർത്തുന്നതാണ് കണ്ടത്. കൃത്യമായി ഒതുക്കി നിർത്തിക്കളഞ്ഞു. ആ നിലയിൽ അർജൻറ്റീനയെ പൂട്ടിക്കളയുന്ന മാസ്റ്റർ ടാക്റ്റിക്കൽ ഗെയിമാണ് ഫിയന്തേ പുറത്തെടുത്തത്. അസാധാരണമായിട്ട് സ്പെയിൻ അത് ബോൾ പൊസഷൻ മാത്രമല്ല, കൃത്യമായ പാസുകളിലെ കൃത്യത 90% സ്പെയിനിൻ്റെ. ആ പന്ത് കൃത്യമായി പാസ് ചെയ്യുകയും മുന്നേറ്റത്തിലേക്ക് പന്ത് എത്തിക്കുകയും കൃത്യമായി മിഡ്ഫീൽഡിൽ കളി പിടിച്ചടക്കുകയും ചെയ്തു സ്പെയിൻ. അക്കാര്യത്തിൽ അവരുടെ ക്യാപ്റ്റൻ റോഡ്രിഗോ മുന്നിൽ നിന്ന് അവർ നയിച്ചു. ഫിയന്തയുടെ ടാക്റ്റിക്കൽ ഗെയിമായിരുന്നു. മെസ്സിയെ വല്ലാതെ പരിഭ്രമിച്ച് അയാളുടെ പുറകെ തന്നെ ഓടിയിട്ട് കാര്യമില്ല എന്ന് ഫിയന്തയ്ക്ക് അറിയാമായിരുന്നു. ഫിയന്തേ അതുകൊണ്ട് തന്നെ മെസ്സിയിലേക്കുള്ള പന്തിൻ്റെ വരവ്, മെസ്സിക്ക് പന്ത് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഫിയന്തേ ശ്രമിച്ചത്. അത് പൂർണ്ണമായും സ്പെയിനിൻ്റെ കളിക്കാർ, ഫിയന്തയുടെ ശിഷ്യർ അത് പൂർണ്ണമായും ചെയ്തു. മറുവശത്ത് യാതൊരു എത്തും പിടിയില്ലാതെ മൈതാനത്ത് അലയുന്ന അർജൻറ്റീന കളിക്കാരെയാണ് കണ്ടത്. ഇക്കാര്യത്തിൽ ഇത്തവണത്തെ ഫൈനലിൽ സ്കലോണി പൂർണ്ണമായും പരാജയപ്പെട്ടു. ആ അർത്ഥത്തിൽ ഫിയന്തേ എന്ന ആശാന് മുന്നിൽ തോൽക്കുന്ന സ്കലോണിയാണ് കണ്ടത്. എന്തായാലും സ്പെയിനിൻ്റെ മാസ്റ്റർ ടാക്റ്റിക്കൽ ഗെയിം, ക്ലിനിക്കൽ ഗെയിം, അത് നമുക്ക് ഇന്ന് എല്ലാ അർത്ഥത്തോടെയും പീലി വിരിച്ചാടുന്നതാണ് കണ്ടത്. സ്പെയിനിൻ്റെ കോച്ച് ഫിയന്തയ്ക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട്. ഈ ലോക കിരീടത്തിൽ ഫിയന്തയ്ക്കുള്ള പങ്ക് ആർക്കും നിഷേധിക്കാനാകാത്തതാണ്.